The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. സുഗതകുമാരി സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കാവ്യകൈരളിയുടെ മുറ്റത്ത് കത്തിനിന്ന നിറദീപം, മലയാളത്തിൻ്റെ ഹരിതഹൃദയത്തിൻ്റെ മിടുപ്പ്, മലയാണ്മയുടെ മഹാസുഹൃതമായ കവി, അമ്മ എന്നിങ്ങനെയെല്ലാം സുഗതകുമാരി അറിയപ്പെടുന്നു. പരിസ്ഥിതിയെപ്പറ്റി ഇത്രയും ആകുലപ്പെട്ട മറ്റൊരു ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സഹ്യനേൽക്കുന്ന ഓരോ മുറിവും അവരെ വേദനിപ്പിച്ചു. അതിനായി ഐതിഹാസികമായ സമരങ്ങൾ നടത്തി, പരിഹാസശരമേറ്റു മുറിയാതെ കവിതകൾ എഴുതി, സൈരന്ധ്രി വനത്തെ കാത്തുസൂക്ഷിച്ചു, കൃഷ്ണവനത്തെ പരിപോഷിപ്പിച്ചു, പള്ളിയോടങ്ങൾ ചാഞ്ചാടുന്ന പമ്പാതീരഭൂമിയെ കവരുന്നതിനെ എതിർത്തു. പ്രകൃതിക്കായി അവർ അധികാരികളുമായി നിരന്തരം കലഹിച്ചു. അതുപക്ഷേ നമ്മുടെ ഭാവിക്കു വേണ്ടിയായിരുന്നു, നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു എന്നത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നു. മരക്കവി എന്ന പരിഹാസം അമരകവിയെ തളർത്തിയില്ല. ആശയറ്റ സ്ത്രീജന്മങ്ങൾക്കും മനസ്സറ്റുപോയ ജീവിതങ്ങൾക്കും പാവം മാനവ ഹൃദയങ്ങൾക്കും അവർ അഭയമുദ്രയണിഞ്ഞ ദേവിയായിരുന്നു. തൻ്റെ അവസാന അഭിലാഷങ്ങൾ മാതൃഭൂമിയോട് അവർ പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ ഓർമ്മയ്ക്ക് ഒരു ആൽമരമുണ്ടാവണം എന്നു മാത്രമായിരുന്നു ആ ആഗ്രഹം. ചുവന്ന പഴങ്ങളുണ്ടാകുന്ന ആൽമരം. ഒരുപാട് പക്ഷികൾ അതിൽ വരും. തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നുന്ന അഭയവൃക്ഷം. അതിൻ്റെ പുറത്ത് ഒന്നും എഴുതി വയ്ക്കരുത്, അവിടെ ചിതാഭസ്മവും കൊണ്ടുവയ്ക്കരുത്. ആ ആൽമരം എവിടെ നടണമെന്നും എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പേയാട്. മനസ്സിൻ്റെ താളം തെറ്റിയ നിരാലംബർക്കായി അവർ പടുത്തുയർത്തിയ അഭയയുടെ പിറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്ത്. താപത്തെ തടയുന്ന, വേരറ്റു വീഴാത്ത മഹാവൃക്ഷമായി അത് വളർന്നു പടർന്ന് തണൽ തരട്ടെ. ഇതായിരുന്നു അവരുടെ അവസാനത്തെ അഭിലാഷം. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ അവസാനമായി സുഗതകുമാരിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞതിങ്ങനെ: ചേച്ചിയും സുജാതയും പോയി, ഇനി ഞാൻ മാത്രം എന്തിനു കിടക്കണം? ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി പോരാടിയോ ആ അധർമ്മശക്തികളെല്ലാം വീണ്ടും പുനർജീവിക്കുന്നു. മലകളും പുഴകളും നശിക്കുന്നു. സഹ്യാദ്രിയിൽ പോലും പാറകൾ പൊട്ടിക്കലും മരം മുറിക്കലും തകൃതിയായി നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും നാടിനെ മുടിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെതിരെ പോരാടുവാൻ എനിക്ക് ശക്തിയില്ല. എത്രയും വേഗം ലോകത്തു നിന്നും പോകണം. എനിക്കിനി അധിക കാലമില്ല. എൻ്റെ മരണം അടുത്തിരിക്കുന്നു. എൻ്റെ ശവശരീരത്തിൽ ഒരു പൂവും ഇടാൻ പാടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊന്നും എനിക്ക് വേണ്ട. ശരീരം തന്നെ മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബന്ധുക്കൾ അതിനെതിരാണ്. അതിനാൽ ഇത്രയും വേഗം ശരീരം ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കണം. Welcome back, children. Listen to this beautiful quote. We all have dreams, but in order to make dreams come into reality, it takes a lot of determination, dedication, self-discipline and effort. So dear children, be determined to make your dreams come true. Okay, now let us move on to our class doing a problem. In the picture, the diagonals of the trapezium ABCD intersect at P
prove that PA into PD is equal to PB into PC. Here AB and CD are parallel, right? These lines cut the lines AC and BD are in the same ratio. That is, PA is to PC is equal to PB is to PD. This can be written as PA by PC is equal to PB by PD. Cross multiply. PA into PD is equal to PB into PC. Now we get PA into PD is equal to PB into PC. Is it clear, children? Hope you have understood this concept. Now let us move on to our new topic, triangle division. Look at the board. I am going to draw a triangle. Mark it as A, B, C. Now draw a line parallel to AB. Mark it as D, E. Here AD is 4 cm, DC is 2 cm, BE is 5 cm, CE is 2.5 cm. Okay. What if we draw a line parallel to AB through the top vertex? Now, what about the ratios of these two sides, that is AC and BC? Here, 3 parallel lines cut the left and right side of the triangle, right? That is, the line AD and DC are in the ratio 4:2. This is equal to 2:1, right? The lines BE and EC are in the ratio 5:2.5. This is equal to 2:1. That is, the ratio of these two sides are same. That is 2:1 and 2:1. From this we get, in any triangle, a line drawn parallel to a side cuts the other two sides in the same ratio. Is it clear, children? This is true whatever be the ratio, isn't it? So we get a line which divides two sides of a triangle in the same ratio is parallel to the third side. Is it clear, children? Now see this triangle ABC. Mark the midpoints as D, E, F. Join DE, EF and DF. Now we get 4 triangles, right? Here the sides of triangle DEF are parallel to the sides of triangle AFD. Okay. Now we have to prove that these 4 triangles are
equal. For that, consider triangle AFD and triangle DEF. Okay. In these two triangles, DF is the common side. So, DF is equal to DF, common side. Clear? Next, consider the angle AFD and angle EDF. Angle AFD is equal to angle EDF. These angles are alternate angles. Here AF and DE are parallel. Cut the line DF, make angles AFD and EDF. So these angles are alternate angles. The same way, angle ADF is equal to angle DFE. These angles are also alternate angles. Alternate angles are equal. Here, one side and two angles on its ends of triangle AFD are equal to one side and two angles on its ends of triangle DEF. Okay, from this we get, okay, so third angles are equal, angles opposite sides are also equal. From this we get these two triangles are equal, that is triangle AFD and triangle DEF are equal. Okay, in the same way we have to prove these two triangles are equal, that is triangle BFE and triangle DEF are equal. Next, triangle DEC and triangle DEF are equal. Okay, so all these four triangles are equal. Here, each side of this triangle, that is triangle DEF, is half a side of the large triangle. Okay, so what did you understood from this? It is clear that the length of the line joining the midpoints of two sides of a triangle is half the length of the third side. Is it clear, children? Next, let us do a problem. In the picture, the perpendicular is drawn from the midpoint of the hypotenuse of the right triangle to the base. Calculate the length of the third side of the large right triangle and the length of all three sides of the small right triangle. Okay. Here, large triangle is ABC. AB is 8 cm and AC is 10 cm. Right? In triangle ABC, AB is equal to 8 cm, AC is equal to 10 cm. Is given condition. Here, using Pythagoras theorem,
BC is equal to, BC is the altitude of this large right triangle. Okay, so BC is equal to root of hypotenuse square, that is AC square, minus base square, that is AB square. This is equal to AC is 10 square minus AB is 8 square. This is equal to root of 10 square is 100 minus 8 square is 64. This is equal to root of 100 minus 64, 36. BC is equal to root 36. This is equal to 6 centimeter. BC is equal to 6 centimeter. Now we get BC is equal to 6 centimeter. Okay. Next we have to find the length of the small right triangle, that is AED. Here D and E is the midpoints of AB and AC. From this we get AD is 5 centimeter and AE is 4 centimeter. Okay. Consider triangle AED. We have to find DE. DE is the altitude of this small right triangle. So DE is equal to root of hypotenuse square minus base square. Here hypotenuse is 5 and base is 4. Okay. This is equal to root of 25 minus 4 square is 60. This is equal to 25 minus 60, root 9. Root 9 is equal to 3. DE is equal to 3 centimeter. DE is equal to 3 centimeter. Okay. AD is equal to 5 centimeter and AE is equal to 4 centimeter. Is it clear, children? Now we get BC is 6 centimeter. D and E are the midpoints of AC and AB. In another way, in any triangle, a line is passing through the midpoints of two sides of the triangle is half the length of the third side. So here BC is 6 centimeter. Now we get DE is 3 centimeter. Is it clear? Next question. Draw an equilateral triangle of perimeter 10 centimeter. You have already learned about how to draw a rectangle when the perimeter is given and the ratio of the sides are given. Similarly, today we will learn construct an equilateral triangle of perimeter 10 centimeter. Now we are going to draw an equilateral triangle. For that, first draw a line of length 10 centimeter. Here perimeter is 10 centimeter. So first draw a line of length 10 centimeter. Mark it as A, B, 10 centimeter. Okay. Next, draw another line starting from A above AB. Name it as line AC. It is an equilateral triangle, so all the sides are equal. What will be the ratio of the sides? The ratio must be
same, right? That is, it can be 3:3:3 in this case. This is equal to 1:1:1. In this case, it is 3:3:3. Okay. Now, using compass, draw an arc on AC measuring 3 centimeter. Keep the tip of the compass on A and draw an arc. Mark it as D, 3 centimeter. Again, make an arc on the same length. Keep the tip of the compass on point D and draw an arc. Mark it as E, 3 centimeter. Now make one more arc with the same measurement. Keep the tip of the compass on point E and draw an arc. Mark it as F, 3 centimeter. Now join FB. Keep the set square like this. Scale in a perpendicular position. Slowly move the set square till it reaches E. Then draw a line. Mark it as G. Next, draw another parallel line DH. Keep the set square like this. Slowly move the set square till it reaches D. Draw a line. Mark it as H. Here BF, GE and HD are parallel. The line AB has been divided in the ratio 3:3:3, that is 1:1:1. Okay. Now we are going to draw an equilateral triangle. Using compass, measure HG. Keep the tip of the compass on point G or B. Okay. And draw an arc. Next, measure AH. Keep the tip of the compass on point and draw an arc. Intersecting point, mark it as I. Join GI. Next, join BI.
Now, the triangle BGI is an equilateral triangle with perimeter 10 centimeter. Is it clear, children? Hope you have understood this session. Do the problems in your notebook. If you have any doubt, you can call me. I will give one homework question, page number 88, question number 3, sub question 2 and 3. That's all for today. Thank you.